ഹലോ ഗൈസ്, അപ്പോൾ ദേ നമ്മൾ രാവിലെ വോട്ട് ചെയ്യാൻ പോകാം കേട്ടോ. ഇഷാങ്കുട്ടൻ രാവിലെ തന്നെ എണീറ്റ് റെഡിയായി നിൽപ്പുണ്ട്. വണ്ടിയൊക്കെ കയറി കഴിഞ്ഞപ്പോൾ അവൻ ഭയങ്കര അലമ്പായിരുന്നു കേട്ടോ. അവനെ റെഡിയാക്കിയ സമയത്ത് ഞാൻ പറഞ്ഞു അവനെ സ്കൂളിൽ കൊണ്ടുവിടാൻ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഭയങ്കര അലമ്പായിരുന്നു. അങ്ങനെ ഞങ്ങൾ ലാബിലോട്ടാട്ടോ പോകുന്നത്. അപ്പോൾ അപ്പയുടെ ഷുഗർ നോക്കണം, പിന്നെ കുറച്ച് ടെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം ഞങ്ങൾക്ക് വോട്ട് ചെയ്യാനായിട്ട് പോകാൻ. അപ്പോൾ ദേ അവൻ വണ്ടിയൊക്കെ ഇടുന്ന ഭയങ്കര കളിയും മേളവും പരിപാടികളും ഒക്കെ. അങ്ങനെ ലാബിലെ ടെസ്റ്റുകളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെ ആയിരുന്നു പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അടുത്തുള്ള ഹോട്ടലിൽ കയറി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അപ്പോൾ ഇഷാങ്കുട്ടൻ്റെ പപ്പയെ കൊണ്ട് കുറേ മിഠായിയും ഒക്കെ വാങ്ങിപ്പിച്ചു. അപ്പോൾ അത് ഇഷാങ്കുട്ടനോട് ഞാൻ ചോദിച്ചു കുറച്ച് മിഠായി താടാ എന്ന് പറഞ്ഞപ്പോൾ അവൻ എനിക്ക് തരില്ല എന്ന് പറഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ സ്കാനിങ് സെൻറ്ററിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ ചെന്ന് സ്കാനിങ്ങും കഴിഞ്ഞിട്ടാണ് നമ്മൾ വോട്ട് ചെയ്യാൻ പോകുന്നത്. ഇഷാങ്കുട്ടന് വണ്ടിയിൽ നിന്നൊരു ബലൂണൊക്കെ കിട്ടി കേട്ടോ. അപ്പോൾ അതൊക്കെ വെച്ച് അവൻ കളിച്ച് കുറേ നേരം അവൻ അടങ്ങിയിരുന്നു. അങ്ങനെ നമ്മളിതേ വോട്ട് ചെയ്യുന്ന സ്ഥലത്തെത്തി. അപ്പോൾ വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ വോട്ട് ചെയ്തിട്ട് ഇറങ്ങാൻ പറ്റി. സ്കൂൾ ഗ്രൗണ്ട് ആയതുകൊണ്ട് തന്നെ പിള്ളേർക്ക് കളിക്കാനൊക്കെ ഒരു പാർക്ക് പോലെ തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇഷാങ്കുട്ടൻ നല്ല ഹാപ്പി ആയിരുന്നു. ചെന്നപ്പോൾ തൊട്ട് അവന് വരണമെന്ന് പോലും ഉണ്ടായിരുന്നില്ല. അവനെല്ലാത്തിലും കയറി കളിയും പരിപാടിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടന്നു. അപ്പോൾ അതേ ഞാൻ വോട്ടൊക്കെ ചെയ്തു. അവിടുന്ന് കളിയും മേളമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. അപ്പോൾ നല്ല വെയിലായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു. അപ്പോൾ അതേ കൊച്ചച്ഛൻ അവനൊരു ബിങ്കോയൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ അവനത്തെ സിപ്പപ്പ് വേണമെന്നും പറഞ്ഞ് അതും കൊച്ചച്ഛൻ വാങ്ങിച്ചുകൊണ്ട് വന്ന് അതൊക്കെ കൊടുത്തു. അപ്പോൾ നമ്മൾ വോട്ടൊക്കെ ചെയ്ത് വീട്ടിലേക്ക് പോകും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ ബൈ.